السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ഫത്തുഹുൽ സബക്കിലെ ബഹുമാനികളെ, നോമ്പ് സംബന്ധിച്ചുള്ള ബാബാണ് നാം പഠിക്കുന്നത്. അതിൽ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളും അതങ്ങനെ ബാത്തിലായി കഴിഞ്ഞാൽ നോമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മസലകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇന്നലെ നോമ്പ് ജിമാഅ കൊണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധം കൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാലുള്ള അതിൻ്റെ കാര്യവും അതിനോടനുബന്ധമായ ചില മസലകളും നമ്മൾ ഒന്ന് പറഞ്ഞു. ഇബാറത്തിലൂടെ നമുക്ക് വരാം. ഒരു ഭാഗത്തിൻ്റെ ഇബാറത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അവിടുന്ന് ബാക്കിയുള്ള ഭാഗത്തേക്ക് വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരെയും ആദരവോടെ കാണുന്നു. വയജിബു അലാമൻ അഫ്തറ ഫി റമദാന, റമദാൻ മാസത്തിൽ നോമ്പ് മുറിച്ച ആളുടെ മേൽ വുജൂബാണ്. ഒരു കാരണം ഉണ്ടായിട്ട് നോമ്പ് മുറിച്ചു, കാരണമുണ്ട്. ലാ യുർജ സവാലുഹു, ആ കാരണം നീങ്ങുമെന്നുള്ള പ്രതീക്ഷയില്ല. വാർദ്ധക്യമാണ്, അത് നീങ്ങൂലല്ലോ, വാർദ്ധക്യത്തിന് മരുന്നില്ലല്ലോ. അതല്ലേ ഒരു കവി പാടിയത്, അലാലൈത ശബാബു യഉദു യൗമൻ ഫഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ സവാലിനെ നമുക്ക് ആഗ്രഹിക്കപ്പെടാൻ കഴിയുന്നില്ല. ഒന്നുകിൽ വാർദ്ധക്യം എത്തിയിട്ടുണ്ട്, രോഗിയാണ്, ആ രോഗം പ്രശ്നമല്ല, പക്ഷെ രോഗം ശിഫുണ്ട് എന്നുള്ള പ്രതീക്ഷയില്ലാത്ത രോഗിയാണ്, നിത്യരോഗിയായിട്ട് കിടപ്പിലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നോമ്പ് മുറിക്കാം, അവർക്ക് നോമ്പിന് ഇളവുണ്ട്, അവരുടെ മേൽ തക്ലീഫ് ഇല്ല, ഒരു ഞെരുക്കം കൊണ്ട് ശറഅ നമ്മുടെ മേൽ കൽപ്പിക്കുകയില്ല, അള്ളാഹു തക്ലീഫ് നമ്മുടെ മേൽ വരികയില്ല, എല്ലാം യുസ്ർ തന്നെ തരികയുള്ളൂ. അങ്ങനെ വന്നാൽ നോമ്പ് കൊണ്ട് അവനക്ക് വലിയ മശക്കത്ത് വരുന്നുണ്ട്, ആ മശക്കത്തിനെ അവനക്ക് തരണം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാലാണ് ഈ പറഞ്ഞ മസ്അല വരുന്നത്. സ്വഹാബത്തിൽ നിന്ന് ഒരു പറ്റം ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാചകനെ സമീപിച്ചപ്പോൾ കൊടുത്ത മസ്അലയും അങ്ങനെയായിരുന്നു. ഇത് ഹദീസുകളിലൊക്കെ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാത്രക്കാരനാണെങ്കിൽ ഒഴിവാക്കാന്ന് പറഞ്ഞു. അവന് അഫ്ളൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നോമ്പ് എടുക്കാമെന്നാണ്. ഇത് ബുറുജ്, അതായത് ശിഫ പ്രതീക്ഷയില്ല, അങ്ങനെ വന്നാലാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള മസലയാണ് പറയുന്നത്. കാരണം ഈ ശിഫ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളങ്ങ് തീരുമാനിച്ച പോരാ, അത് പറയാൻ പറ്റുന്ന അഹ്ലുൽ ഖുബ്ര എന്ന് പറയും. ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന ഡോക്ടർമാർ, അവരുടെയൊക്കെ നിരീക്ഷണം, അവരുടെയൊക്കെ അഭിപ്രായം അതിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കഴിവുറ്റ ആദിലീങ്ങളായിട്ടുള്ള ഡോക്ടർമാരുടെ അഭിപ്രായം, അവർ പറഞ്ഞു ഈ രോഗം നിങ്ങളെ ശിഫല്ലട്ടോ, പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെയൊക്കെ വന്ന രോഗമാണെങ്കിൽ അതാണ് കാരണം, അതാണ് അതിൻ്റെ ശിഫ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നു. എന്താ വേണ്ടത്? മുദ്ദുൻ ലിക്കുല്യമ്മി മിൻഹു, റമദാനിൽ നിന്നുള്ള ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് കൊടുക്കുക, ഓരോ മുദ്ദ് അരി അവർക്ക് കൊടുക്കുക. അതന്നെ ഇൻകാന മൂസ്റൻ ഹൈനയിദൻ, ആ സമയത്ത് അവന് കഴിവുള്ളവനാണെങ്കിൽ, അവന് കഴിവുണ്ട് എന്നെങ്കിൽ ആണ് ആ പറഞ്ഞ മസല. അതായത് ഇഫ്താറിൻ്റെ സമയത്ത് അവനക്ക് കഴിവുണ്ട് എങ്കിൽ. അങ്ങനെ കഴിവില്ല എങ്കിൽ അവൻ്റെ മേൽ അത് ബാധ്യതയില്ല. ഇതാണ് മുഅ്തമദായിട്ട് ഉള്ളത്. മജ്മുഇലും മറ്റുമൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഫക്കീറിനെ തൊട്ട് അത് ഒഴിവാകും എന്ന് നമ്മൾ മസല പറഞ്ഞിട്ടുണ്ട്. കാരണം ഫിത്ർ സക്കാത്ത് പോലെ, ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എല്ലാവർക്കും വുജൂബാണ്, പക്ഷേ ഫക്കീറിന് വുജൂബില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. എന്ന പോലെ ഇവിടെയും ആ മസലയുണ്ട്. അപ്പോൾ കഴിവുള്ള ആളാണെങ്കിൽ ഓരോ ദിവസം, അപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെ കിടക്കാണ്, ചില പാവപ്പെട്ട വീട്ടുകളിലെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, നോമ്പ് വെക്കാനും കഴിയില്ല, മുദ്തെടുക്കാനും കഴിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്നിട്ട് എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ചിട്ട് കൊടുക്കാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അതൊന്നും വേണ്ട. കഴിവില്ലെങ്കിൽ അവരുടെ മേലെ അത് ബാധ്യതയില്ല. ഏതുപോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ഫക്കീറിനും മിസ്കിൻ്റെ മേലൊന്നും നിർബന്ധമില്ലല്ലോ. എന്ന പോലെ ആ ഒരു മസല ഇവിടെയും ഉണ്ട്.
അപ്പോൾ അവർക്ക് കഴിവുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ മുദ്ദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് 600 ഗ്രാം തന്നെ ഒരു മുദ്ദാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ 800 ഗ്രാമായിട്ടാണ് നമ്മളിത് കൊടുക്കാറുള്ളത്. അപ്പോൾ ആദ്യത്തിൽ തന്നെ പരിഗണിക്കാം, 800 കൊടുക്കാം. ഇനി 1 കിലോ കൊടുത്തു എന്നാൽ കുഴപ്പമൊന്നുമില്ല, ബാക്കിയുള്ള സദക്കയായിട്ട് പെടും. മറ്റ് മാലിക് മദ്ഹബിൻ്റെ കിതാബിലൊക്കെ 540 ഗ്രാം എന്ന് വരെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബിലാ ഖലാഇൻ, ഓലമേൽ ഖലാ വീട്ടേണ്ടതുമില്ല, ഓലമേൽ ഖലാ വീട്ടേണ്ടതുമില്ല. അപ്പോൾ പിന്നെ ഒരു സംശയമുണ്ട്, ഓലക്ക് ഖലാ വീട്ടാനതിന് ശേഷം ഈ ഫിത്തറും ഇതൊക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് കഴിവായാലോ? ഫിദിയൊക്കെ കൊടുത്തു എന്നതിന് ശേഷം പിന്നെ നോമ്പ് നോക്കാൻ അവർക്ക് കഴിവായി. അങ്ങനെ വന്നാൽ ഖലാ വീട്ടേണ്ടതുണ്ടോ? അവിടെ 2 രൂപം വരും. ഖലാ വീട്ടേണ്ടതില്ല. വൈൻ ഖദുറ അലൈഹി, ആ നോമ്പെടുക്കുന്നതിന് അവനക്ക് കഴിവായാലും ശരി, ബാഴ്തു, ഈ നോമ്പ് മുറിച്ചതിന് ശേഷം നോമ്പോൻ ഒഴിവാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ ഈ ഒരു ഹാലിലാണ്, ഹുബറയുള്ള ആളുകളൊക്കെ പറഞ്ഞു നോമ്പെടുക്കാൻ പറ്റാത്തതിലാണ്, അവന് രോഗിയാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാർദ്ധക്യമുണ്ട് എന്നതുകൊണ്ട് അവൻ നോമ്പ് നോക്കേണ്ടതില്ല എന്ന് മനസ്സിലായി. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 98 വയസ്സായപ്പോൾ നല്ല ആരോഗ്യക്കെട്ട് നോമ്പിൻ്റെ സമയം വന്നാൽ ഈ നോമ്പ് എടുക്കേണ്ടതില്ല. ഇനി അപ്പോൾ കഴിവുകൊണ്ടുകൊണ്ട് നോമ്പ് എടുത്തോട്ടെ, ഈ നോമ്പ് എടുക്കേണ്ടതില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരു സംശയം ഉണ്ട്, ഫിദിയ കൊടുക്കണമല്ലോ, ഒരു മുദ്ദരി. ഈ മുദ്ദരി കൊടുത്തിട്ടാണോ നോമ്പ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരുന്നിട്ടാണോ? അത് കൊടുത്താലും വേണ്ട, കൊടുത്തിട്ടില്ലെങ്കിലും വേണ്ട, കൊടുക്കേണ്ടതില്ല. ഷറഹിൽ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അന്നഹു ഗൈറു മുഖാത്തബിൻ ബിസ്സോമി, നോമ്പ് കൊണ്ട് അവൻ്റെ മേൽ ഏതില്ല, ഗൈറു മുഖാത്തബാണ്, അവനോട് നോമ്പ് എടുക്കണമെന്ന് അപ്പോൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഫൽ ഫിദിയത്തു ഫി ഹഖിഹി വാജിബത്തുൻ, ഫിദിയ ഓൻ്റെ ഹക്കിൽ നിർബന്ധമാണ്. ഇബ്തിദാൻ, അത് ആദ്യം തന്നെ കൊടുക്കണം, അത് ഇതിന് ബദലായിട്ടല്ല. അതുകൊണ്ട് മേൽ ആദ്യമേ നിർബന്ധമായതുകൊണ്ട് ആ ഫിദിയ ഓന് വീട്ടേണ്ടതുണ്ട്. ഇത് ഓൻ്റെ മേൽ വുജൂബ് ഇല്ല ഇബ്തിദായിൽ. അപ്പോൾ ഇബ്തിദായിൽ തന്നെ അവൻ്റെ മേൽ, കാരണം നോമ്പിൻ്റെ കാലം വന്നു, ആ സമയത്തോന് മൗജൂദാണ്, പക്ഷെ ഒരു നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഓൻ്റെ മേലുള്ള ഖിതാബ് എന്താണ്, ഫിദിയ കൊടുക്കലാണ്. ആ ഫിദിയ ഓൻ്റെ മേൽ വുജൂബായി എന്നതുകൊണ്ട് ഫിദിയ കൊടുക്കാം. അപ്പോൾ ഓൻ്റെ മേൽ എന്തായിട്ടില്ല, നോമ്പ് വാരിദായിട്ട് ഇല്ല എന്നർത്ഥം. അതാണ്. അതെ, പിന്നെ ഏതെല്ലാം ബദലൻ, നോമ്പിന് ബദലായിട്ടല്ല, കാരണം നോമ്പ് കഴിയില്ല എന്നതുകൊണ്ട് ഓൻ്റെ മേലുള്ള ഹക്കാണ് അത് എന്നർത്ഥം. ഇനി വേറൊരു വിഷയമാണ്, മുദ്ദും കൊടുക്കണം, ഖലാ വീട്ടും വേണം. അങ്ങനെ 2 വീട്ടക്കാരുണ്ട്. വയജിബുൽ മുദ്ദു മഅൽ ഖലാഇ, ഖലാ വീട്ടുന്നതോട് കൂടെ മുദ്ദ് കൊടുക്കൽ നിർബന്ധമാണ്. അല ഹാമിലിൻ, ഗർഭിണികളുടെ മേൽ, ഗർഭിണികളായവർ നോമ്പ് ഒഴിവാക്കി. മുറുലിൻ, മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾ, കുട്ടിക്ക് മുല കൊടുക്കുകയാണ്, അപ്പോൾ അവരെന്താക്കി, നോമ്പ് ഉപേക്ഷിച്ചു, നോമ്പ് അവർക്ക് നോക്കാൻ കഴിയുന്നില്ല. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവർ നോമ്പ് അഫ്തറത്ത, ഈ ഹാമിലും മുറലിയും നോമ്പ് മുറിച്ചത് ഖലിൽ ഖൗഫി അല വലി, കുട്ടിൻ്റെ മേൽ പേടിച്ചിട്ട്. നോക്കിയ കുട്ടിയോടുള്ള സ്നേഹത്തിനാണ് ഷറ ഇങ്ങനെ ഒരു ഉപാധി നമുക്ക് തന്നത്. അപ്പോൾ കുട്ടിൻ്റെ കാര്യം പരിഗണിച്ചു കൊണ്ട് നോമ്പ് മുറിച്ചു, നോമ്പ് നോക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ അവർ ആ മുദ്ദ ഇരട്ടിക്കൊന്നുമില്ല, പക്ഷേ എന്ത് വേണം, ഒരു മുദ്ദ് കൊടുക്കും വേണം, നോമ്പ് ഖലാ വീട്ടും വേണം. ഹാമിലും മുറുലിയും, ഗർഭിണിയായ പെണ്ണും അതുപോലെ തന്നെ മുല കൊടുക്കുന്ന പെണ്ണും എന്നർത്ഥം, അവരുടെ മേലെ നിർബന്ധമാണ്. ഇനി പറയുന്ന വിഷയം വേറെയാണ്. ഇനി നോമ്പിൻ്റെ ഖലാഇനെ ഒരാൾ പിന്തിപ്പിച്ചു, ഒരു കാരണമില്ലാതെ പിന്തിപ്പിച്ചു. അവന് നോമ്പ് വെക്കാൻ ആരോഗ്യമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ അതിലങ്ങനെ ഒരു ജോലിയായിട്ട് ഇങ്ങനെ നടന്നു. പല ആളുകളുണ്ടല്ലോ അങ്ങനെ, ചില കാലങ്ങളിൽ നോമ്പ് ഒരുക്കൂല, എന്നിട്ട് വീട്ടിൽ പെണ്ണുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം കഴിപ്പിച്ചു ഉണ്ടാക്കിയുള്ള പറഞ്ഞേക്കും. ഇനി അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മ ദേഷ്യപ്പെടും, ഓനിപ്പോൾ കൊടുത്തളാം എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ. ചിലതൊക്കെ ശ്രദ്ധയിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വലിയ പ്രായമുള്ളവരൊക്കെ നമുക്കറിയില്ലല്ലോ, എന്നിട്ട് അടുക്കളയ്ക്ക് വരിക, വാതിലടക്കുക, ഭക്ഷണം കഴിക്കുക, പോവുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സഹകരണം ചെയ്യുന്നൊരു ചുറ്റുപാട് നമ്മുടെ നാടുകളിൽ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ നീങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും അങ്ങനെ കാരണം കൂടാതെ നോമ്പ് പിന്തിപ്പിച്ചു, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ ആ ആൾക്ക് അവൻ്റെ മേലും 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഖലാ വീട്ടുകയാണെങ്കിൽ അവന് മുദ്ദൊന്നും വേണ്ട. 1 വർഷം പിന്നിട്ടാൽ അവനക്ക് 1 മുദ്ദ് കൊടുക്കണം. അത് 2-ാം വർഷമായാൽ ഈ ഒരു നോമ്പിന് 2 മുദ്ദായി.
മൂന്നാം വർഷം 3 മുദ്ദായി, 4ആയി, 10ആയി. അപ്പോൾ 60 വയസ്സ് ജീവിച്ചു ഒരാൾ മരണപ്പെട്ടു, അയാൾ പ്രായപൂർത്തിയായതിന് ശേഷം നോമ്പ് എടുത്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ 16ആം വയസ്സ് മുതൽ തന്നെ അയാളുടെ മേൽ നോമ്പ് വുജൂബാണ്, അയാളുടെ മേൽ ബാധ്യതയാണ്. ആ കാലത്തുള്ള ഓരോ വർഷത്തിലെയും 30 നോമ്പിന് അയാൾ മുദ്ദ് കൊടുക്കണം. അതിലെ ഒരു നോമ്പിന് 60 വയസ്സ് വരെയുള്ള ഒരാളാവുമ്പോൾ 60 വർഷത്തിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മേൽ മുദ്ദ് ഒരു നോമ്പിന് വരും. അപ്പോൾ ഒരു വർഷത്തിന് ഒരു മുദ്ദാവുമ്പോൾ 2, 3, 4 ഇങ്ങനെ കൂട്ടി ഓരോ വർഷമാകുമ്പോൾ 60 വർഷമാകുമ്പോൾ 15 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 45 മുദ്ദ് ഒരു നോമ്പിന് വരും. രണ്ടാമത്തെ നോമ്പിനും അത് വരും. മൂന്നാമത്തെ നോമ്പ്, ഒരു മാസം മുഴുവനുണ്ടെങ്കിൽ ആ 30 × 45 അവിടെ വരികയാണ് ഒരു വർഷത്തെ. രണ്ടാമത്തെ വർഷത്തിനും വരും, 17ആം വയസ്സിൻ്റെ 18ആം വയസ്സിന്. ഇങ്ങനെ വരുന്ന ഒരാളുടെ സ്വത്ത് ലാസ്റ്റ് മരണപ്പെട്ടതിന് ശേഷം നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കടബാധ്യത തീർക്കണം, അയാളുടെ വസിയത്ത് തീർക്കണം, അയാളുടെ സകാത്ത് കൊടുക്കണം, അയാളുടെ മുദ്ദ് കൊടുക്കണം. അപ്പോൾ ഈ ബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ആ സ്വത്തങ്ങൾ മാറ്റി വെച്ചാൽ ചിലപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവരേണ്ട ഗതികളുണ്ടാവും. അത്ര സ്വത്ത് ആരെയും ഉണ്ടാവില്ല. ഇതൊരു നോമ്പ് ഒഴിവാക്കിയാലുള്ള പണിഷ്മെൻ്റാണിത്, അത്രക്കും കട്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. കാരണം കൂടാതെ പിന്തിപ്പിച്ചാൽ ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ 1, 2 നോമ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്നാവും. പക്ഷെ തീരെ നോമ്പ് നോക്കാതെ പോകുന്ന ആളുകളുണ്ട്. തീരെ നോമ്പ് നോറ്റിട്ടില്ല, 68ആം വയസ്സിന് മരിച്ചു, എന്നിട്ട് മോനിപ്പോൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളെ എനിക്കറിയാം. പാവം, അവരുടെ വിഷമം കൊണ്ട് ചെയ്യാണ്, അത് വിടൂല. ഇനിയിപ്പോൾ നോമ്പ് മാതാപിതാക്കളുടെ നോമ്പ് പിന്നെ മരണത്തിൻ്റെ സമയത്തുണ്ടെങ്കിൽ നോമ്പ് നിസ്കാരം എടുക്കാൻ പറ്റുമെന്ന് സുബ്കി ഇമാമിനോട് ചോദിച്ചൊരു മസലുണ്ട്. സുബ്കി ഇമാം അത് ചെയ്തിരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ഒരാൾ ജീവിതകാലം ഒട്ടും നിസ്കരിച്ചില്ല, ആ നിസ്കാരം മടക്കിയെടുക്കാമെന്നോ, അല്ലെങ്കിൽ ഒട്ടും നോമ്പ് പറ്റില്ല, ആ നോമ്പ് എടുക്കാമെന്നോ അല്ല. 2, 3, 4, 5, 10 ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാമെന്നേ ഉള്ളൂ, എന്നല്ലാതെ മുഴുവനായിട്ട് എടുക്കുക എന്ന അർത്ഥത്തിൽ അതല്ല. അതും കൂടി കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ വാറത്തിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ വന്നാൽ ആ നോമ്പിന് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ വേറെ വിഷയം, ഈ മുദ്ദ് ഇങ്ങനെ കെട്ടിക്കടന്നിട്ട് കൊടുക്കാതിരിക്കുകയും അത് നമ്മുടെ മക്കൾ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ അന്യൻ്റെ സ്വത്ത് ഭക്ഷിക്കുന്നു എന്നുള്ള ഹറാമ് ഭക്ഷിക്കുന്നു എന്ന ഗണത്തിലേക്ക് വരികയും ചെയ്യും. ആഫത്ത് എത്രയാണ്, മുസീബത്ത് എത്രയാണ്, വളരെ ചിന്തിക്കേണ്ടതാണ് വിഷയം. അതാണ് വയജിബു, നിർബന്ധമാണ്, അല മുഅഖിരി ഖലാഇനെ പിന്തിപ്പിച്ച ആളുടെ മേൽ, എന്ന് വെച്ചാൽ അല മുഅഖിരി ഖലാഇനെ പിന്തിപ്പിച്ച ആളുടെ മേൽ ഖലാഓട് കൂടെ നിർബന്ധമാണ്. മനസ്സിലാക്കണം, ഖലാ വീട്ടും വേണം, പിന്നെ നിർബന്ധമുണ്ട്. മുഅഖിറിൻ്റെ മേൽ നിർബന്ധമാണ് ലിശൈഇൻ മിന റമദാനിൽ നിന്നുള്ള ഒരു ഷെയ്ഇനെ, അതായത് ഒരു നോമ്പിനെ അവൻ പിന്തിപ്പിച്ചു. ആ ഉദർ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഉദറോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഉദറോ, ഏത് ഉദറായാലും ആവട്ടെ. അപ്പോൾ അങ്ങനെ സവാഉൻ ലി ഉദരിൻ ഔ ലി ഗൈരിഹി എന്ന് ഷറഹിൽ കാണാം. ഓൻ്റെ കാരണത്തിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റുള്ള കാരണത്തിന് വേണ്ടി ഏതായാലും ശരി, റമദാനിൽ നിന്നുള്ള ഒരു നോമ്പിൻ്റെ ഖലാഇനെ അവൻ പിന്തിപ്പിച്ചു. അങ്ങനെ വന്നു. ഹത്താ ദഖല റമദാനു ആഖറ, അടുത്ത വർഷത്തെ റമദാൻ വരുന്നത് വരെ, അടുത്ത മാസത്തെ റമദാന്. ഹത്താ ദഖല റമദാനുൻ ആഖറു എന്നും വായിക്കാം, റമദാനു ആഖറു രണ്ടും വായിക്കാം. അപ്പോൾ ആ റമദാന് വരുന്നത് വരെ, പ്രവേശിക്കുന്നത് വരെ. എങ്ങനെ? ബിലാ ഉദരിൻ, ഒരു കാരണവും കൂടാതെ അവൻ പിന്തിപ്പിച്ചു. ഒരു കാരണവും കൂടാതെ അവൻ പിന്തിപ്പിച്ചു. ഫി തഹീറിൽ അവൻ്റെ ഒരു കാരണവുമില്ല, അങ്ങനെ അവൻ പിന്തിപ്പിച്ചു. അതങ്ങനെ ബി അൻ ഖല, ആ ഷഖ്സ് ഒഴിവായി അനിസഫരി, യാത്രയെ തൊട്ട്. യാത്ര കാരണം കൊണ്ടൊന്നുമല്ല അവൻ ബന്ധിച്ചത്, അതൊന്നുമല്ല. വൽ മറളി, രോഗത്തെ തൊട്ട് അവന് എന്തായി ഒഴിവായിട്ടുണ്ട്. ഖദറമ അലൈഹി, അവൻ്റെ മേൽ കഴിവായ ഒന്നോട് കൂടെ, അങ്ങനെയാണ് അവൻ ഒഴിവായത്. മറതുണ്ട്, അല്ലെങ്കിൽ ഹംലാണ്, അല്ലെങ്കിൽ ഹാമിൽ എന്നുള്ള ഇത് വന്നപ്പോൾ ഒരു ഇതുണ്ട്.
അല്ലെങ്കിൽ ആരാണ് പിന്നെ മുല കൊടുക്കുന്ന പെണ്ണാണ്, അതൊന്നും അല്ല. അപ്പോൾ സഫറിനെ തൊട്ട് ഒഴിവായി, മറദിനെ തൊട്ട് ഒഴിവായി, അങ്ങനെ ഉദുർ കൂടാതെ ഖലാഇനെ പിന്തിപ്പിച്ച ഒരാളുടെ മേൽ നിർബന്ധമാണ് ഖദ്റ മാ അലൈഹി മുദ്ദുല്ലി കുല്ലി സനത്തിൻ. അതായത് അവൻ്റെ മേൽ വുജൂബാണ് ഖദ്റമ, ഒരു ഒരു കണക്ക് കണ്ടിട്ട് അവനക്ക് കഴിവായി അലൈഹി ആ നോമ്പിൻ്റെ മേൽ, അതനുസരിച്ചിട്ട് അവൻ നോമ്പ് എടുക്കണം എന്ന് പറഞ്ഞാൽ, പിന്നെ നോമ്പ് നോക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ യോമുൻ നഹറിൽ നോമ്പ് കൊടുക്കാൻ പാടില്ല, പെരുന്നാൾ ദിവസം. അതുപോലെ തന്നെ അയ്യാമു തശ്രീഖിൻ്റെ ദിവസത്തിൽ നോമ്പ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ദിവസങ്ങൾ അല്ലാത്ത ദിവസങ്ങളിൽ അവൻ്റെ മേൽ അത് എടുക്കൽ വുജൂബാണ്. അപ്പോൾ അവൻ്റെ മേൽ നിർബന്ധമാണ്. അതാണ് ഖദ്റമ അലൈഹി, അവൻ്റെ മേൽ കഴിവായ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് അവൻ്റെ മേൽ ഈ തഖീർ പിന്തിപ്പിച്ച ഒരാളുടെ മേൽ വുജൂബുള്ളത് ഖലാ വീട്ടലോട് കൂടെ എന്ത് ഓനക്ക് നിർബന്ധമാണ്? മുദ്ദുല്ലി കുല്ലിസനത്തിന്, ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് കൊടുക്കേണ്ടതുണ്ട്. ഓരോ വർഷത്തിനും ഓരോ മുദ്ദ് അവൻ്റെ മേൽ വുജൂബാണ്. ഓരോ വർഷത്തിൽ നിന്നാണ് ഓരോ വർഷത്തിലെ ഓരോ നോമ്പിനും അവൻ്റെ മേൽ മുദ്ദ് നിർബന്ധമാണ്. ഫയത്തക്കറു, ആ മുദ്ദ് തെക്കറാറാവും ബി തക്കറുസിനെ, വർഷങ്ങൾ ആവർത്തിക്കൽ കൊണ്ട്. അപ്പോൾ ഒരു വർഷത്തിന് ഒന്നാണെങ്കിൽ രണ്ടാം വർഷം രണ്ടാവും, മൂന്നിന് മൂന്നാവും, നാലിന് നാലാവും, അഞ്ചിന് അഞ്ചാവും, അങ്ങനെ അങ്ങനെ ഏറ്റിക്കൊണ്ട് അത് പോകും. മറ്റ് മദ്ഹബിൻ്റെ ചില കാഴ്ചപ്പാടിൽ അത് തെക്കറാറാകുക എന്ന് പറഞ്ഞത്, ഒരു വർഷം ബന്ധിപ്പിച്ചാൽ ഒന്നും കൊടുക്കണ്ട, രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഒന്നായി, മൂന്നാമത്തെ വർഷം വരുമ്പോൾ രണ്ടായി, ആ മൂന്ന് കഴിഞ്ഞ് നാലാമത്തെ വർഷം വരുമ്പോൾ രണ്ട് ഇരട്ടിക്കുന്നു, അപ്പോൾ നാലായി, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേങ്കിൽ മുഴത്തമ്പതായിട്ട് ഓരോന്നായിട്ട് ആവർത്തിക്കും എന്നതാണ് മസല. ബി തക്കറുസിനീനി അലൽ മുഅത്തമദ്, മുഴത്തമത അഭിപ്രായ പ്രകാരം അങ്ങനെ കൊടുക്കണം എന്നതാണ് മസല. ഇനി നേരത്തെ പറഞ്ഞ ഓരോ വിഷയങ്ങളിൽ നിന്നുള്ള പിന്നെ എഹ്തിയാത്ത് പറയുകയാണ്. നമ്മൾ പറഞ്ഞു ഉദുർ കൂടാതെ എന്നാണ് പറഞ്ഞത്. ഉദുർ കൂടാതെ ഒഴിവാക്കി എന്നാലാണ് ഈ മസല. അപ്പോൾ ഖറജ ബി ഖൗലി, മുസന്നിഫിൻ്റെ വാക്ക് ബിലാ ഉദരിൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് പുറപ്പെട്ടു. ഇദാ കാന തഖീറു ബി ഉദരിൻ, ഓന് ഉദറുണ്ട്, ഓൻ പിന്തിപ്പിച്ച ഉദറാണ്. ഒന്നുകിൽ ഓല് ഹാമിലായിട്ട് വന്നു, അല്ലെങ്കിൽ മുറുതിയായിട്ട് വന്നു, അല്ലെങ്കിൽ രോഗിയായിട്ട് വന്നു, അല്ലെങ്കിൽ യാത്രക്കാരനായിട്ട് വന്നു, രോഗമുണ്ട്, ഷിഫാവാത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാരണം വന്നാൽ അവൻ്റെ മേൽ ഇത് വുജൂബില്ല. ഖറജ ബി ഖൗലി ബിലാ ഉദരിൻ ഇദാ കാന തഖീറു ബി ഉദർ, ഉദറോട് കൂടെ ഉള്ളതാണെങ്കിൽ അത് ഇതിന് ഒഴിവാണ്. കാനിസ്തുമറ സഫറുഹു, അവൻ്റെ സഫർ മുസ്തമിറായി, അവൻ എപ്പോഴും സഫറിലാണ്, ആ സഫർ ഇസ്തിമ്രാർ വന്നു. ഔ മറലുഹു, അല്ലെങ്കിൽ അവൻ്റെ രോഗം എന്തായി ഇസ്തിമ്രാർ വന്നു. അല്ലെങ്കിൽ ഔയറുല്ലാഹ, അവരുടെ ആ മുല കൊടുക്കുക എന്നുള്ളത് സ്ഥിരമായി, ഇലാ ഖാബിലിൻ, അടുത്ത വർഷം വരെ അത് ഇസ്തിമ്രാർ വന്നു. അങ്ങനെ വരുമ്പോൾ ഫലാ ശൈഅ അലൈഹി, അവൻ്റെ മേൽ ഒന്നും വേണ്ട. മാ ബഖീൽ ഉദുർ ശേഷിക്കുന്ന കാലത്തോളം ഓൻ്റെ മേൽ ഒന്നും കൊടുക്കേണ്ടതില്ല. ഇതുകൊണ്ടുള്ള തഖീർ അവനക്ക് ജായിസാണ്. അവനക്ക് ഖളാ വീട്ടലാണ് ഏറ്റവും അനുവദനീയം, അവനക്ക് അഹക്കായിട്ട് ഉള്ളത്. ഈ മസലയൊക്കെ ബഗവി ഇമാമിനെ തൊട്ടൊക്കെ ഷെയ്ഖുന അത് റിപ്പോർട്ട് ചെയ്തതായിട്ട്, നഖൽ ചെയ്തതായിട്ടൊക്കെ ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ മസലയിൽ ഓന് അതിര് വിട്ട് കടന്നത് ഏത് കോലത്തിലാണെങ്കിലും അവൻ്റെ മേൽ ഇത് വുജൂബാണ് എന്ന് തന്നെയാണ് മസ്അല മുഅത്തമദായിട്ടുള്ളത്. കാരണം തഖീർ ഹറാമാണല്ലോ. അപ്പോൾ ഫിത്ർ ചെയ്തു, നോമ്പ് നോറ്റില്ല, പിന്നെ തഖീർ ഓൻ എന്തായി പിന്തിപ്പിച്ചു കാരണം കൂടാതെ എന്ന് പറഞ്ഞെടുത്ത്, പിന്നെ ആ തഅദ്ദി ഉണ്ടായത് എങ്ങനെയാണെങ്കിലും അവൻ്റെ മേൽ വുജൂബാണെന്നാണ്. പക്ഷേങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് ഫുഖഹാഇൻ്റെ, ഈ മുതഅദ്ദി, ഈ അതിര് വിട്ട് കടക്കുക, ഒരു പറഞ്ഞത് ലാ ഫർഖ ബൈനൽ മുതഅദ്ദി വ ഗൈരിഹി, ഇത് അതിര് വിട്ട് കടന്നവനാണോ അല്ലേ എന്നൊന്നുമില്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സഫർ ഇർദാവൊക്കെ പോലുള്ളതാണെങ്കിൽ അവർക്ക് അതിന് വിടുതി ഉണ്ട്, അവർക്ക് പിന്നെ വിട്ടുവീഴ്ചയുണ്ട്, അത് ഉദറിൽ പെടുന്നതാണ്. അപ്പോൾ ഉദറിനെ ചില ഫുഖഹാഇൻ്റെ നിരീക്ഷണത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഫർക്ക് ഉണ്ട് എന്നുണ്ട്.
ഫർക്ക് ഇല്ല, അല്ല ഫർക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ മുഴത്തമത് പറഞ്ഞത്. അത് ഫർക്ക് ഇല്ല എന്ന് ഒരു കൂട്ടം ഫുഖഹാവിൻ്റെ നിരീക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഖിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അഭിപ്രായം കാണുമ്പോൾ അത് ആ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കണം. മുഴത്തമത് രോഗം കൊണ്ടോ യാത്ര മുസ്തമിറാവുകയോ അല്ലെങ്കിൽ ഹാമിലാവുകയോ ചെയ്താൽ അവരുടെ മേൽ ഈ പറഞ്ഞ ഹുക്കും ഇല്ല എന്നാണ്. അപ്പോൾ അവർക്ക് എതിറുണ്ട്. അപ്പോൾ എതിരോട് കൂടെയുള്ള ഹുക്കുമേ അവർക്ക് വരികയുള്ളൂ. അപ്പോൾ അവരെന്താവണം, ഒരു മുദ്ദ് കൊടുക്കുക എന്നുള്ളത് അവരൊരിക്കൽ വരും. ഏതില്ല, ഈ പറഞ്ഞ ഹുക്കുമ് വരികയില്ല. ഇനി അദ്റഈ ഇമാമിനിക്ക് ഇവിടെ ഒരു പ്രത്യേക മസലയുണ്ട്. എന്താണത്? ഈ ആൾ ഇത് ഒഴിവാക്കിയത്, പിന്തിപ്പിച്ചത് ഒന്നുകിൽ നിസ്യാന് കൊണ്ടായിരിക്കും, മറന്നിട്ടായിരിക്കും. അതല്ലെങ്കിൽ ഒരു ജഹിലുണ്ടായി. ജഹിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്തിപ്പിക്കൽ ഹറാമാണ് എന്നതുകൊണ്ട് ജഹിലുണ്ടായി. അങ്ങനെ വന്നാൽ ഓന് ഇളവുണ്ട് എന്ന് അദ്റഈ ഇമാമിൻ്റെ ഫത്വയാണ്. അപ്പോൾ അവിടെ സംശയം, അവന് ഉലമാക്കളുമായിട്ടൊക്കെ ബന്ധവും അറിവും ഇല്ലാത്ത ആളോ ഉള്ള ആളോ അത് ഏതാണെങ്കിലും കണക്കാണെന്ന് ഉണ്ടെങ്കിലും ഓനുമേൽ ഉദ്ർ ബോധിപ്പിക്കാം എന്ന അഭിപ്രായം ഇമാം അസ്റായി തങ്ങൾക്കുണ്ട്. മറ്റ് ഫുഖഹാവിനല്ല. മുഴത്തമത് കൊടുക്കണം എന്ന് തന്നെയാണ്. വേറെ ഏതെങ്കിലും കാര്യകാരണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ ആ സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ആളെ അറിഞ്ഞ് നോക്കി നമുക്ക് എന്താവാം, മസല എടുക്കാൻ പറ്റും. അതിനാണ് ആ മസല പറഞ്ഞത്, മുത്തലക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല. അപ്പോൾ അതാണ് ഫലാ ഷെയ് അലൈഹി മാ ബഖിൽ ഉദ്ർ, ശേഷിക്കും കാലത്തോളം അവൻ്റെ മേൽ ഒന്നുമില്ല. വൈനിസ്തമറ സിനീന, വർഷങ്ങളോളം അതങ്ങ് സ്ഥിരപ്പെട്ടാലും ശരി, വർഷങ്ങളോളം അത് ആ ഉദ്ർ നിലനിന്നാലും ശരി, അത് ഉള്ള കാലത്തോളം അവൻ്റെ മേൽ ഒന്നുമില്ല. ഇനി മത്ത അഖറ ഖലാ റമദാന മായ തമക്കുനിഹി ഹത്ത ദഖല ആഖറു. ഇനി അങ്ങനെ വരും, എപ്പോഴെങ്കിലും കലാഇനെ പിന്തിപ്പിച്ചു. കലാവ് പെട്ടെന്ന് എടുക്കണം, മുദ്ദും എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കലാവ് വീട്ടിലിനെ പിന്തിപ്പിച്ചു, അങ്ങനെ ഒരു സൗകര്യമായിട്ടുണ്ട്. അടുത്ത റമദാൻ പ്രവേശിക്കുന്നത് വരെ അവൻ നോറ്റില്ല. അങ്ങനെ ഇപ്പോൾ മാത്ത അവൻ എന്തായി, ഓ മരിച്ചു. എന്നാൽ ഞാൻ അടുത്ത മസല എന്താണ്, ഓ മരിച്ചു, കലാവിനെ പിന്തിപ്പിക്കുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവിടെ വലിയാണെങ്കിൽ വലിയൻ്റെ മേലെന്താ ചെയ്യേണ്ടത് എന്നതിലൊക്കെ അഭിപ്രായങ്ങളുണ്ട്. നോമ്പ് എടുക്കണോ അതോ ഇത്ആമ് ചെയ്യണോ എന്ന മസലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ മസല എന്താണ്, ഖറജ മിൻ തെരിക്കത്തിഹി ലികുല്ലി യൗമിൻ, ഓരോ വർഷത്തിന് ഓരോ യൗമിനിക്കും ഓരോ മുദ്ദ് അവൻ്റെ തെരിക്കത്തിൽ, അവന് മരിച്ചപ്പോൾ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്നും എടുത്തു കൊടുക്കണം. മുദ്ദാന്, 2 മുദ്ദ് കൊടുക്കണം. എങ്ങനെ? കലാഇനെ പിന്തിപ്പിച്ച ഒരാൾ റമദാനിന്, ഓന് കലാ വിട്ടാൽ സൗകര്യം ഉണ്ടായിരുന്നു, എന്നിട്ട് ഓൻ പിന്തിപ്പിച്ചു. അങ്ങനെ ഓൻ മരണപ്പെട്ടു അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട്. ഒരു റമദാനിലെ നോമ്പ് കലാ ആയി, അത് അടുത്ത റമദാനിൽ 11 മാസത്തിൻ്റെ ഇടയ്ക്ക് എടുക്കേണ്ടതായിരുന്നു. അത് എടുക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഓൻ മരണപ്പെട്ടു പോയാൽ അവൻ്റെ മേൽ 2 മുദ്ദ് കൊടുക്കേണ്ടതുണ്ട്. മുദ്ദാന് മുദ്ദുല്ലിൽ ഫവാത്തി, ഒന്നേതാണ് നോമ്പ് ഒഴിവാക്കി എന്നതിനൊരു മുദ്ദും, അപ്പോൾ മുദ്ദുല്ലി തേഹീറിൻ്റെ മുദ്ദും കൊടുക്കണം. എപ്പോഴാണിത് കൊടുക്കേണ്ടത്? ഇൻ ലം യസും അൻഹു ഖരീബുഹു, അവൻ്റെ അടുത്ത ആളുകൾ ആ നോമ്പ് എടുത്തിട്ട് ഇല്ല എങ്കിൽ, അവൻ്റെ കുടുംബക്കാരോ ഉമ്മയോ വാപ്പയോ അതല്ലെങ്കിൽ പെങ്ങന്മാരോ അല്ലെങ്കിൽ ഭാര്യ മക്കളോ ആരെങ്കിലും ആ നോമ്പ് എടുത്തിട്ട് ഇല്ലെങ്കിൽ ആണ് ആ കൊടുക്കേണ്ടത്. അപ്പോൾ അവന് മുദ്ദ് കൊടുക്കേണ്ടതുണ്ട്. മുദ്ദുൽ തേഖീരി മുദ്ദുൽ ഫവാത്തി ഇല്ലം യസും അൻഹു ഖരീബുഹു ഔ മൗദൂനുഹു, ഒന്നുകിൽ പിന്നെ അവൻ്റെ ഖരീബായ ആളുകൾ ഞാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ അവൻ സമ്മതം കൊടുത്ത ആരെങ്കിലും നോമ്പ് നോക്കിയിട്ടില്ല എങ്കിലാണ് ഈ പറഞ്ഞത്. അതായത് മൗദൂനുഹു എന്ന് പറഞ്ഞാൽ ആ മരണപ്പെട്ട ആളുണ്ടല്ലോ, അയാൾ സമ്മതം കൊടുത്ത ആൾ, അല്ലെങ്കിൽ ഈ ഖരീബ് സമ്മതം കൊടുത്തു, വേറൊരാൾ കൂടെ നോപ്പിച്ചു എന്ന് ദമീർ മടക്കുന്നതിനും കുഴപ്പമില്ല എന്നുണ്ട്. വ ഇല്ല വജബ മുദ്ദും വാഹിദുൽ തേഖീരി, ഒരു നോമ്പ് നോക്കുന്നില്ല എങ്കിൽ, ഒരു നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് 2 ഒഴിവായി. ഒരു നോമ്പ് എടുക്കണില്ല എങ്കിൽ ഒരു സംഭവം കൊടുത്താൽ മുദ്ദുൽ തേഖീറുണ്ട്, മുദ്ദുൽ ഫവാത്തുണ്ട്. ഇനി ഒരു നോമ്പ് എടുത്തു എന്ന് വന്നാൽ വജബ മുദ്ദുൻ വാഹിദുൽ തേഖീരി, പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദ് കൊടുക്കണം, പിന്തിപ്പിച്ചതിന് ഒരു മുദ്ദ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ആദ്യം പറഞ്ഞത്? നോമ്പ് നോറ്റില്ല എന്ന് വന്നാൽ ഓൻ്റെ തെരിക്കത്തിൽ നിന്നും ആദ്യത്തെ 1ാമത്തെ പടി ഏതാണ്?
മോൻ്റെ തെരിക്കത്തിന് 2 മുദ്തെടുക്കുക. ഒരു മുദ്ദ് ഫവാത്തിനും ഒരു മുദ്ദ് തേഹീറിനും, പിന്തിപ്പിച്ചതിനും പാഴാക്കിയതിനും എന്നുള്ളതൊക്കെ 2 മുദ്ദ്. ഇനി ഓനെ തൊട്ട് ആ നോമ്പ് കലാ വീട്ടി ആര്? ഓൻ്റെ ഖരീബായ ആൾ, അല്ലെങ്കിൽ ഓൻ സമ്മതം കൊടുത്ത ആൾ, അല്ലെങ്കിൽ ഈ ഖരീബ് സബ കൊടുത്ത ആൾ. അങ്ങനെ ആവുമ്പോൾ ഓരാണ് എടുത്തത് എങ്കിൽ പിന്നെ ഒരു മുദ്ദ് കൊടുത്താൽ മതി, ഒരു മുദ്ദ് കൊടുത്താൽ മതി. പക്ഷെങ്കിൽ വൽ ജദീദു, ശ്രദ്ധിക്കണം, അദമു ജവാദ് സൗമി അൻഹു മുത്ലഖ, ഒരു കാരണവശാലും അവരുടെ മേലുള്ള നോമ്പ് നോറ്റാൽ അത് വീടുകയില്ല എന്നാണ് പുതിയ അഭിപ്രായം. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ജദീദും ഖദീമുമുണ്ട്. ഇറാഖിൽ നിന്ന് പറഞ്ഞ മസലയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഖദീമും, മിസ്റിൽ വന്നപ്പോൾ പറഞ്ഞത് ജദീദുമായിട്ടാണ് പരിഗണിക്കുക. പക്ഷേ അതിന് ചില ഇസ്തിംബാത്തുകളും ചില ജിത്തിഹാദുകളും ഉണ്ട്, അതിനൊക്കെ അനുവദനീയവുമാണ്, അവർക്ക് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ നിലക്കാണ് മസല. അപ്പോൾ ജദീദായ അഭിപ്രായം ഒരു നിലക്കും നോമ്പെടുത്ത് വീട്ടാൻ പാടില്ല എന്നാണ്. അതായത് പിന്നെ ഖലാഇന് അവനക്ക് ഇംകാൻ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, ഒന്നും പിന്നെ അവിടെ ബാധകമല്ല. ഓൻ്റെ മേൽ നോമ്പ് എടുക്കൽ അനുവദനീയം അല്ല മുത്തലക്കൻ. സവാവും തമക്കന മിനൽ ഖലാഇ അംല, അങ്ങനെയാണ് അവിടെ മസലുള്ളത്. അപ്പോൾ നോമ്പെടുക്കാൻ പാടില്ല, ആ കാര്യഭാരയിൽ എടുത്താൽ ശരിയാവില്ലെന്നാണ്. ബൽ യഖ്റുജു മിൻ തരിക്കത്തിഹി, പക്ഷേ എന്ത് വേണം? ഓൻ്റെ ഉപേക്ഷിച്ച സ്വത്തിൽ നിന്നും പുറപ്പെടുവിക്കണം. ലിക്കുല്ലി യൗമിൻ മുദ്ദു ത്വആമിൻ, ഓരോ യോമിനിക്കും ഒരു മുദ്ദ് ത്വആമ് അതിൽ നിന്ന് എടുക്കേണ്ടതാണ്. വക്കഥ, ഈ റമദാനിലെ ഓൻ്റെ ഓരോ ദിവസത്തിനുള്ള പിന്നെ ജദീദായ അഭിപ്രായം 2 മുദ്ദ് എന്നുള്ളതല്ല. ഓനങ്ങനെ നോമ്പ് ഒഴിവാക്കിയിട്ട് പോയ ആളാണെങ്കിൽ ഓരോ നോമ്പിനിക്കും ഓരോ മുദ്ദെടുത്ത് കൊടുത്ത് വീട്ടുക എന്നതാണ് മുഴത്തമതായ അഭിപ്രായം ഉള്ളത്. ഒക്കെ അതാ ഇതുപോലെ തന്നെയാണ്. റമദാൻ മാസത്തിൻ്റെ നോമ്പിനെ പിന്തിപ്പിച്ചതും കലാ വീട്ടാതെ വന്നതും ഒക്കെ മസലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് സൗമുൻ നദരി, നെതിർ ഇങ്ങനെയാണ്. വൽ കഫാറത്തി, കഫാറത്തിൻ്റെ നോമ്പുണ്ടെങ്കിൽ അതും അങ്ങനെയാണ്. സഫാറത്തിൻ്റെ നോമ്പും അതുപോലെ തന്നെ. അതായത് നാദിറായ മനുഷ്യൻ മരിച്ചു, നേർച്ചയാക്കിയ മനുഷ്യൻ മരിച്ചു, അല്ലെങ്കിൽ ഈ കഫാറത്ത് കൊടുക്കേണ്ട ആൾ ഈ നോമ്പിന് സൗകര്യമായതിനു ശേഷം അവന് മരണപ്പെട്ടു, അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അവിടെയും 2 കൗലുണ്ട്, ഖദീമും ജദീദും ഉണ്ട്. ഖദീമായ കൗലെന്താണ് നമ്മൾ പറഞ്ഞത്? നോമ്പ് നോക്കാം എന്നുള്ളതാണ്. ജദീദായ കൗലെന്താണ്? നോമ്പ് നോക്കാൻ പാടില്ല, മുദ്ദ് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഒരു മുദ്ദ് കൊടുക്കണം, അതല്ലെങ്കിൽ 2 മുദ്ദ് കൊടുക്കുക എന്നുള്ള മസല ഈ എവിടെ വരും? ഈ നെദറിനും കഫാറത്തിനും വരും. പക്ഷെങ്കിൽ വദഹബൻ നവവിയു കജമി മുഹഖീന, മുഹഖഖുകളിൽപ്പെട്ട ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം പോലെ തന്നെ ഇമാം നവവി തങ്ങൾ പോയത് ഇല തസ്ഹീഹിൽ ഖദീമി അൽ ഖായിലു ബി അന്നഹു ലാ യതഅയ്യനു ലിത്ആമു ഫീമൻ മാത ബൽ യജൂസു ലിവലി അയസൂമ അൻഹു എന്നാണ്. അപ്പോൾ പിന്നെ അവിടെ മുഴത്തമത് അവരത്തോട്ട് നോമ്പ് നോക്കാം എന്നുള്ള അഭിപ്രായത്തിലേക്ക് ഇമാം നവവി തങ്ങൾ പോയിട്ടുണ്ട്. വദഹബൻ നവവിയു ജം, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇത് എപ്പോഴും വരുന്നൊരു മസലയാണ്. നോമ്പ് നോക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഖദീമായ അഭിപ്രായ പ്രകാരം നോമ്പ് നോക്കാം എന്നാണ്. ജദീദായ അഭിപ്രായം ഒരു നിലക്കും നോമ്പ് നോക്കാൻ പാടില്ല എന്നാണ് ഇത് കൊടുക്കുന്നത്. പല കിതാബുകളിലും കാണാൻ അവർക്ക് മുദ്ദ് കൊടുക്കണം എന്നുള്ള മസലയാണ് അവിടെയൊക്കെ പ്രതിപാദിക്കാറുള്ളത്. എന്നാൽ ഇമാം നബവി തങ്ങളുടെ അഭിപ്രായം എന്താണ്? നോമ്പ് നോക്കാം എന്നത് തന്നെയാണ്. മുഹഖഖീന തസ്ഹീഹിൽ ഖദീമി, ഖദീമിനെ തസ്ഹീഹാക്കുന്നതിലേക്കാണ് മുഹഖഖുകളിൽ നിന്നൊരു കൂട്ടം പോയത്. അതേപോലെ തന്നെയാണ് ഇമാം നബവി തങ്ങളും പോയിട്ടുള്ളത്. അൽ ഖായിലി, അവർ പറയുന്നു ബന്നഹു, കാര്യം, ലാ യതഅയ്യനുൽ ഇത്ആമു, ലാ യതഇത്ആമു, ഭക്ഷിപ്പിക്കുക എന്നുള്ളത് നിർണയമല്ല, ഫീമൻ, ഒരാളിൽ, മാത്ത, ആൾ മരിച്ചു, മുസ്ലിമായിട്ട് മരിക്കും വേണം. അതാണ് മനസ്സിലാക്കാം. ഈ മരിക്കുന്ന ആൾ മുസ്ലിമായിട്ട് മരിച്ചു എന്നതാണ് ആ മസല വരുന്നത്. മുസ്ലിം അല്ലെങ്കിൽ ഓൻ്റെ മേൽ ആ ഹുക്കുമില്ല എന്നാണ്. എന്നാലും മുർത്തദാണെങ്കിലോ ഓൻ്റെ മേൽ വരികയും ചെയ്യും. ബൽ യജൂസു ലിൽ വലിയ്യ്, ആ വലിയനിക്ക് അനുവദനീയമാണ്. വലിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഖരീബും, വലിയ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകൾ, വാപ്പയാണോ വല്യപ്പയാണെന്നൊന്നും അർത്ഥമാക്കണ്ട, ഓൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട ആളെന്നാണ് ഇവിടെ വലിയന് ഉദ്ദേശം. ആ വലിയനിക്ക് അനുവദനമാണ് അൻ യസൂമ അനുഹു, അവനെ തൊട്ട് നോമ്പ് അനുഷ്ഠിക്കൽ. വലിയനെ തൊട്ട് നോമ്പ് അനുഷ്ഠിക്കൽ അനുവദനീയമാണ്.
സുമ്മയിൻ ഖല്ലഫ തെരിക്കത്തൻ. ഇനി നോക്കുക, ഓന് കുറച്ച് തെരിക്കത്ത് അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഓന് സ്വത്തുണ്ട്. അങ്ങനെ വന്നാൽ വജബ ഇഹ്ദാഹുമ, നോമ്പ് അല്ലെങ്കിൽ ഇത്താമ്പ് രണ്ടാലൊന്ന് വുജൂബാണ്. അപ്പോൾ വലിയനിക്ക് പിന്നെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് തന്നെ അവിടെ വുജൂബില്ല. വലിയന് എന്ത് ചെയ്യാം, പിന്നെ നോമ്പ് നോക്കാം, നോമ്പ് നോക്കാം. ഇനി ഓൻ്റെ സ്വത്തുണ്ട്, സമ്പത്തുണ്ട് എന്ന് വന്നാലോ, എന്നാൽ രണ്ടാലൊന്ന് ചെയ്യാം, ഭക്ഷിപ്പിക്കുക ചെയ്യാം, അല്ലെങ്കിൽ ഏതാവോ ഇത്താമ്പ് ചെയ്യാം എന്നുള്ളതാണ് മസല എന്നതിലേക്ക് അവർ പോയിട്ടുണ്ട്. വജബ അഹദുഹുമ. അപ്പോൾ പിന്നെ സോമ് അല്ലെ ഇത്താമ രണ്ടാലൊന്നാണ്. വൈല്ല നുദിബ. അവനങ്ങനെ തെരിക്കത്ത് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ രണ്ടാലൊന്ന് സുന്നത്താണ്. രണ്ടാലൊന്ന് സുന്നത്ത്. തെരിക്കത്ത് ഉണ്ടെങ്കിൽ രണ്ടാലൊന്ന് ചെയ്യൽ വുജൂബ്. തെരിക്കത്ത് പറഞ്ഞാൽ മയ്യത്ത് മരിക്കുമ്പോൾ ഉപേക്ഷിച്ച സ്വത്ത്, അതുണ്ടെങ്കിൽ രണ്ടാലൊന്ന് വുജൂബ്, ഇല്ലെങ്കിൽ രണ്ടാലൊന്ന് ചെയ്യൽ സുന്നത്ത് എന്നതാണ് മസ്അല തസ്ഹീല് ആക്കിയിട്ടുള്ളത്. അപ്പോഴും നോമ്പ് എടുക്കാം എന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഈ പിന്നെ ഈ മുദ്ദുകളൊക്കെ തിരിക്കേണ്ടത് ആരിലേക്കാണ്, ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോൾ മസ്റഫുൽ അംദാദി മുദ്ദുകളെ ക്രയവിക്രയം ചെയ്ത് അതിനെ തിരിക്കേണ്ടത്, അതിനെ കൊടുക്കേണ്ടത് ആർക്കാണ്? ഫക്കീറാണ്. മസ്റഫാവുന്ന ഫക്കീറാണ്. അപ്പോൾ മിസ്കീനും മിസ്കീനാണ്. വലഹു സർഫു അംദാദിൽ ലി വാഹിദിൻ. അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ മുദ്ദിനെ ഒരാളിലേക്ക് കൊടുക്കുന്നതിനും അനുവദനീയമാണ്. ഒരാളിലേക്ക് ഫക്കീറും മിസ്കീനുണ്ട്, ഒരാൾക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ ഒരാളിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ആ മുദ്ദ് കൊടുക്കൽ ഏറ്റവും നല്ലത് എങ്ങനെയാണ്? പല ആളുകൾക്ക് കൊടുക്കലാണ്, പക്ഷെ ഒരാൾക്ക് കൊടുക്കൽ അനുവദനീയമാണ്. ലി വാഹിദിൻ, ഒരാൾക്ക് കൊടുക്കാം. ആ മുദ്ദുകളെ മുഴുവനും കൂടി ഒരാളിലേക്ക് കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്, ഒരു മുദ്ദ് രണ്ട് ഷഖ്സിന് കൊടുക്കരുത്. ഒരു മുദ്ദ് രണ്ട് ഷഖ്സിന് കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. ഒരു മുദ്ദിനെ ബാല് ഒരാൾക്കും മറ്റേത് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. ബിഖിലാഫി മുദ്ദിൻ വാഹിദൻ ലി ഷഖ്സൈനി വ മുദ്ദും വ ബാലു മുദ്ദിൻ ആഖറ ലി വാഹിദിൻ. ഒരാളുടെ മുദ്ദിൽ നിന്ന് കുറച്ച് മറ്റൊരാളുടെ മുദ്ദിൽ നിന്ന് കുറച്ച് അങ്ങനെ ഒരു മുദ്ദാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം ഓരോ മുദ്ദും അത് ഫിദിയ താമാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, ഒരാളുടെ മുദ്ദിൽ നിന്ന് കുറച്ചെടുക്കുക, മറ്റൊരാളുടെ മുദ്ദ് വെച്ചാൽ അപ്പോൾ ഒന്നായി, എന്നിട്ട് അത് ഒരാൾക്ക് കൊടുക്കുക, അങ്ങനെ കൊടുക്കാനും പാടില്ല. ഒരു മുദ്ദിനെ പകുതിയാക്കിയിട്ട് രണ്ടാൾക്ക് കൊടുക്കാനും പാടില്ല. അതേ സമയത്ത് മുദ്ദുകളെ മുഴുവനും ഒരാൾക്ക് കൊടുക്കൽ അനുവദനീയമാണ്, പക്ഷേ ഏറ്റവും നല്ലത് പലവരിലേക്ക് കൊടുക്കലാകുന്നു. ഇതാണ് മസല ഉള്ളത്. അപ്പോൾ മൊത്തം ഒരാൾക്ക് നോമ്പ് അങ്ങനെ ഒഴിവാക്കി തെരിക്കത്തുണ്ടെങ്കിൽ ആ കൂടെ കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ നോമ്പ് നോക്കാം അനുവദനീയമാണ് എന്നാണ് ഇമാം നഹ്വി തങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ ജദീദായ അഭിപ്രായം നോമ്പ് നോക്കാൻ പാടില്ല എന്നാണ്. ഖദീമായ അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്നൊക്കെ കൂടി ആറ്റി കുറുക്കിയാലേ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുക, ഒരു പൊതു മസല എന്ത് കിട്ടും? വളരെ കുറഞ്ഞ നോമ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ല കൂടുതലുണ്ടെങ്കിൽ ഈ മുദ്ദിലേക്ക് തിരിയുന്നതായിരിക്കും ഉത്തമം എന്നും മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർ അങ്ങനെ ഈ സമയം ഈ ക്ലാസ്സിൻ്റെ സാഹചര്യങ്ങളിൽ അങ്ങനെ അതിനെ ജമ്മ ചെയ്ത് പറയാറും ഉണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റ് മസലകളും കാര്യങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, ദുആ വസിയത്ത് ചെയ്യുന്നു. ഇബാറത്തിലോ മറ്റെവിടെയെങ്കിലും വല്ല സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നേരിട്ട് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.